അങ്ങനെ 5 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ നമ്മുടെ ഫാമിലി ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്ന പോലെ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് കേട്ടോ. എന്നാ പിന്നെ നമുക്ക് അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നോക്കിട്ട് വന്നാലോ? വരൂ ഗൈസ്, ഞാൻ അവരുടെ ഫാമിലിയിലോട്ട് തീവ്രവാദിയെ പോലെ നുഴഞ്ഞു കയറാൻ പോകുക. കൂടെ വരുന്നവർക്കൊക്കെ വരാം. കമോൺ. വെയിറ്റ്, ഇവിടേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വേറെ ചിലരിലോട്ട് പോയിട്ട് വന്നാലോ? കമോൺ. ആദ്യം തന്നെ നമുക്ക് കട്ടപ്പേര വീട്ടിലോട്ട് നുഴഞ്ഞു കയറാം. അങ്ങനെ നമ്മൾ ഋഷിയേട്ടൻ ഷാഹു ചേച്ചി കേട്ടി. ഇപ്പോ അവർക്ക് 2 വയസ്സുള്ള മോളുണ്ട് കേട്ടോ, റന. അങ്ങനെ കട്ടപ്പയും ഷാഹുവും റനയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അടുത്തത് നമുക്ക് നമ്മുടെ ഋഷിയേട്ടന്റെ അനിയൻ രക്ഷചേട്ടന്റെ അടുത്തോട്ട് പോയാലോ? കമോൺ. അങ്ങനെ നമ്മുടെ രക്ഷചേട്ടനും ലിസമ്മയും 2 വർഷം മുന്നേ കെട്ടിക്കഴിഞ്ഞതാണെങ്കിലും രണ്ടും ഇപ്പോഴും സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ചോണ്ട് നടക്കുക. സോ അവരുടെ കുട്ടികളി മാറാത്തോണ്ട് അവർക്കിപ്പോ കുട്ടികളൊന്നും ആയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും അവര് ഹാപ്പി ആട്ടോ. അടുത്തത് നമുക്ക് നമ്മുടെ നീര ചേട്ടന്റെ ആദുവിന്റെ അടുത്തോട്ട് പോവാം. ഇപ്പൊ അവർക്ക് 4 വയസ്സുള്ള ഒരു മോളുണ്ട്, നിയ. 1 വയസ്സുള്ള ഒരു മോനും, അഗസ്ത്യ. അങ്ങനെ അവരുടെ കുഞ്ഞു ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് കഴിയുന്നു. അടുത്തത് നമുക്ക് നമ്മുടെ ജാക്കേട്ടന്റെ അടുത്തോട്ട് പോവാം. നമ്മുടെ ജാക്കേട്ടനും സനയും അമ്മച്ചിയായിട്ട് അടിപൊളിയായി ജീവിക്കുന്നു. ജാക്കേട്ടനാണെങ്കിൽ അമ്മച്ചിയുടെ വായിന്ന് ഏതു നേരം ചീത്ത കേൾക്കാനേ സമയമുള്ളൂ. അതുകൊണ്ട് അവരുടെ ഇരട്ട കുട്ടികളെ നോക്കാൻ ഒട്ടും സമയമില്ല. പാവം നമ്മുടെ സന കൊച്ചുങ്ങളെ നോക്കി നോക്കി ഒരു വിധം ആയിട്ടുണ്ട്. അവര് കൊച്ചുങ്ങളുടെ പേരറിയണ്ടേ? ഒരാള് റയലും ഒരാള് റൈഹാനും. അങ്ങനെ ഇരട്ട കുട്ടികളും അമ്മച്ചിയും സനയുമായിട്ട് ജാക്കേട്ടൻ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇടയിൽ കൂടെ കുഞ്ഞു അമ്മച്ചിയുടെ വായെന്നുള്ള ചീത്ത വിളി, അതൊന്നും കാര്യമില്ല. അവര് ഹാപ്പി ആണല്ലോ, നമുക്കത് മതി. അടുത്ത ആളുടെ അടുത്തോട്ട് പോവാനേ നമുക്ക് കുറച്ച് സമയം എടുക്കും. കാരണം ആള് ഭയങ്കര ദൂരത്തിലായിരിക്കുന്നത്, അങ്ങ് ദൂരെ ഹിമാലയത്തില്. കാര്യം എന്താന്ന് അറിയണ്ടേ? നമ്മുടെ നോലേറ്റിനെ കിട്ടാത്തോണ്ട് മനം നൊന്ത് ആള് ഹിമാലയത്തിൽ പോയിപ്പോ തപസ്സിരിക്കുക. എന്ത് ചെയ്യാനാ? പാവം നമ്മുടെ വിശാലാക്ഷി അമ്മായി. എന്തായാലും സന്യസിക്കട്ടെ, അല്ലാതെ എന്താ പറയാ. നല്ല പ്രായത്തിൽ കെട്ട് കഴിഞ്ഞതാണെങ്കിൽ ഇങ്ങനെ പോയി സന്യസിക്കേണ്ടി വരുമോ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അമ്മായി അവിടെ സന്യസിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടീംസിന്റെ അടുത്ത് പോയാലോ? എന്നാ വരൂ ഗൈസ്, നമുക്ക് ഹിമാലയത്തിൽ നിന്ന് നേരെ ലണ്ടനിലോട്ട് പറക്കാം. ആളെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. യെസ്, നമ്മുടെ ഒളിച്ചേട്ടനും ഭാര്യ ജിസു ചേച്ചിയും. അങ്ങനെ നമ്മുടെ ഒലീവ് ഓയിലും ജിസു ചേച്ചിയും ലണ്ടനില് അടിച്ചു പൊളിച്ച് ജീവിക്കും. അവർക്കും ഒരു കൊച്ചുണ്ട് കേട്ടോ. അല്ല ഗൈസ്, നെയിം എന്താന്ന് അറിയണ്ടേ കൊച്ചിന്റെ? വേറൊന്നുമല്ല, ജിമിൻ. ഓം ശാന്തി ഓശനിയിൽ പറയുന്ന പോലെ ഫസ്റ്റ് ലവ് മറക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റൂല എന്നല്ലേ. സോ നമ്മുടെ 2 പാർട്ടീസിന്റെയും ഫസ്റ്റ് ലവ് ജിമിനേട്ടൻ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ പേരിനെ അവരുടെ കൊച്ചിനിട്ടും. വാവ്, ഇത്ര നല്ല ആചാരം. ഇനി അവസാനായിട്ട് നമ്മൾ എല്ലാവരും പ്രിയപ്പെട്ട ആളുടെ അടുത്തോട്ട് പോവാം. യെസ്, അജയുടെ അടുത്തോട്ട്. അജയും അമ്മയും ഏറയും 3 പേരും ഇപ്പോ അമേരിക്കയിലാണ്. ഏറിയുടെ സ്നേഹം മനസ്സിലാക്കി അജയ് അവളെ അവസാനം വരെ കൂടെ കൂട്ടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അജയുടെയും ഏറിയുടെയും കല്യാണം കഴിഞ്ഞ് 1.5 വർഷമാകുന്നു. ഏറെ ഇപ്പോ 4 months പ്രഗ്നന്റ് ആണ് കേട്ടോ. ആൻഡ് വാട്ട്, അവരിപ്പോ ഒത്തിരി ഹാപ്പിയാ. 3 പേരും സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നു. അല്ല, ഇത് കാണുന്ന നിങ്ങൾ ഹാപ്പി അല്ലേ? അങ്ങനെ എല്ലാരും തീർന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ ഫാമിലിയിലോട്ട് പോവാം. അവിടെ എന്ത് പൂരമാ നടക്കുന്നതെന്ന് കണ്ടറിയാം. കമൺ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇവിടെ ഇപ്പോ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്. നമ്മുടെ പപ്പന്മാരും മമ്മിമാരും ജമിനേട്ടനും നിലച്ചേച്ചിയും ജാനും നോലേട്ടനും, അങ്ങനെ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത്. കാരണം ജാനുവിനെ പിരിഞ്ഞിരിക്കാൻ ജമിനേട്ടനും നിലച്ചേച്ചിയെ പിരിഞ്ഞിരിക്കാൻ ജാനുവിനും പറ്റാത്തതുകൊണ്ട് എല്ലാരും ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. അല്ലേ ജമിനേട്ടൻ? ഞാനിപ്പോ ആരായി? അത് വിട്. എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നോക്കിട്ട് വന്നാലോ? വാ, നമുക്ക് നേരത്തെ കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമ്മുടെ
നോയിലേട്ടന്റെയും ജാനുവിന്റെ അടുത്തോട്ട് പോവാം. അവർക്കിപ്പോ 2 കൊച്ചുങ്ങളാ. മൂത്ത സന്തതി 1ാം ക്ലാസ് പഠിക്കുന്നു. ആ അവതാരത്തിന് നിങ്ങൾക്ക് വഴിയേ കാണാം. പിന്നെ ഇളയത് അത് നമ്മുടെ ജാനുവിനെ പോലത്തെ ഒരു സുന്ദരി കുഞ്ഞെന്ന് പറയുമ്പോ 6 മാസം പ്രായമായിട്ടുള്ളൂ കേട്ടോ. പേര് തിര. അപ്പൊ വാ, അവിടെ എന്താ നോക്കിട്ട് വരാം. നോയിലേട്ടാ, എടോ നോയിലേട്ടാ. എന്താ ജാനു? നോയിലേട്ടാ, പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വാ. സമയം 4 മണി ആവാറേ. അല്ല, പിള്ളേരെ കൂട്ടാൻ ജിമ്മിനായിട്ടും പോവാന്നല്ലോ പറഞ്ഞത്. ആ, ഏട്ടനെയൊന്നും നോക്കണ്ട. നെൽച്ചേച്ചി ചേട്ടനെ പിടിച്ചെടുത്തേക്ക. ഇന്ന് എവിടേക്കും പോവാൻ അയക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് പോയി വിളിച്ചിട്ട് വേണം പറഞ്ഞേക്കുക. പിടിച്ചെടുത്തേക്കുന്നോ? അതെന്താ? വേറെന്താ, അവരുടെ പുന്നാന സന്തതി അവിടെ സ്കൂളിൽ എന്തോ പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ടീച്ചർ എന്തിനാ ചെയ്തെന്ന് ചോദിച്ചപ്പോ പപ്പ പറഞ്ഞിട്ടാ ചെയ്തെന്ന് പറഞ്ഞു. ഇനി പറയണോ? ആ ടീച്ചർ നേരെ അതിന് നെൽച്ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് പിള്ളേര് വന്നിട്ടേ വല്ലതും മനസ്സിലാവും. അടിപൊളി. ഈ പെണ്ണിന് ഇതന്നെയാണോ പണി? ദൈവമേ, ആ കുരുട്ടിനാണെങ്കിൽ കുഞ്ഞാറ്റയുടെ സ്വഭാവം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ശരി, ചെല്ല. നിലമോളെ, വാ തുറന്നു പോകരുത്. മര്യാദക്ക് ഇരുന്നോളൂ അവിടെ. അല്ല, അതിനിപ്പോ ഞാൻ എന്താ ചെയ്തേ? എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എന്തിനാ? അത് നിങ്ങളുടെ പുന്നാര മോള് കേട്ടെ, എന്നിട്ട് പറയാം. അത് ശരി, ആയിക്കോട്ടെ. നമ്മുടെ നോളേട്ടന്റെയും ജാനുവിന്റെയും മോനും നിലച്ചേച്ചിയുടെയും ജെമിനേട്ടന്റെ മോളും 2 പേരും ഒരേ സ്കൂളിൽ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവരവിടെ സ്കൂളിൽ എന്തോ ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് ബാക്കി. എവിടെ പിള്ളേര്? കാണുന്നില്ലല്ലോ. വന്നോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഹേയ് നോയൽ. ഹേയ് പ്രസാദ്, താനെന്താ ഇവിടെ? ആ, എന്റെ മോൾ ഇവിടെ പഠിക്കുന്നത്. അവളെ കൂട്ടാൻ വേണ്ടി വന്നതാ. അല്ല, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? കൊറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. ഇത് മക്കളാണോ? ഓ, ഓക്കെ. ആ, വീട്ടിലെല്ലാവർക്കും സുഖ. ഇത് മക്കളാ. ഇത് എന്റെ മോൻ ആകാശ്. ഹായ്. നിന്നെ പോലെ തന്നെ ഉണ്ട് കാണാൻ. എല്ലാരും പറയും. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞാറ്റയുടെ മോളാ. ഓ റിയലി? അപ്പോ ഇതാണോ കുഞ്ഞാറ്റയുടെ കുഞ്ഞു നക്ഷത്രം? മോളുടെ പേരെന്താ? നക്ഷത്ര. നൈസ് നെയിം. കൊള്ളാലോ. കുഞ്ഞു നക്ഷത്രവും ആകാശവും. നന്നായിട്ടുണ്ട്. അപ്പോ അങ്കിള് പോട്ടെ. അങ്കിളുടെ മോളും ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്കിള് അവളെ പോയി കൂട്ടട്ടെ. ഓക്കെ? അപ്പൊ ഞാനില്ലേ എന്നാ ചെല്ലട്ടെ. എല്ലാവരോടും അന്വേഷിച്ചത് പറയണേ. ഓക്കെ, ബൈ. പറഞ്ഞേക്കാം. അവിടെയും പറഞ്ഞേക്കേ. യാ, ഓക്കെ, ബൈ. അപ്പൊ കുട്ടിപ്പട്ടാളൻസ് വീട്ടിലോട്ട് പോവാം. വാ, കേറ്. അല്ല അമ്മൂട്ടാ, നീ സ്കൂളിൽ എന്താ ചെയ്തു വെച്ചേ? ടീച്ചറെ വിളിച്ചിട്ട് മമ്മിയോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മമ്മി നല്ല ദേഷ്യത്തില. വീട്ടിൽ പോയാ എന്താ കിട്ടുന്നതെന്ന് വെച്ചാ വാങ്ങി വെച്ചോ. ഞാനൊന്നും ചെയ്തില്ല പപ്പ. ആ, ചെയ്യാതാണല്ലോ ടീച്ചർ വിളിച്ച് പറഞ്ഞത്. അക്കു, എനിക്ക് പേടിയാവുന്നു. മമ്മി തല്ലുവോ? നീ പേടിച്ചെന്താ അമ്മൂട്ടാ, നമുക്ക് ഓടിപ്പോവാ. നിന്റെ കൂടെ ഞാനില്ലേ? വാ, കേറ്. കുഞ്ഞാറ്റെ, 2 പാഴ്സൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പ എന്താ ഞങ്ങൾക്ക് പാത വെക്കുവാണോ? ഞാനോ? എന്തിന്? ഞങ്ങള് വന്നു എന്തിനാ നിരുമമ്മിയുടെ അടുത്ത് പറഞ്ഞു പോക്കുന്നേ? പിന്നെ നിങ്ങൾ വന്നത് അവരെ അറിയിക്കണ്ടേ? വേണ്ട, നിരുമമ്മി അമ്മൂട്ടന് തല്ലും. ഇല്ല, വേണേ 2 ചീത്ത കേക്കും. അങ്ങനെ ചീത്ത പറയാണെന്നുണ്ടെങ്കിൽ അമ്മൂട്ടൻ നോയൽ പപ്പയുടെ അടുത്ത് ഓടി വരണം കേട്ടോ. ശരി. നിലമോളെ, കൊച്ചുങ്ങൾ വന്നെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ, എത്തിയോ?
നിങ്ങൾ ഇവിടുന്ന് അനങ്ങി പോകരുത്, അവിടെ ഇരുന്നോളൂ. അക്കു, ഞാനുണ്ടല്ലോ മമ്മി കാണാണ്ട് ഡ്രസ് മാറ്റിട്ട് വരാട്ടോ. നീയും പോയി ഡ്രസ് മാറ്റിട്ട് വാ. ഓക്കെ ഓക്കെ അമ്മൂട്ട. മെല്ലെ പോകാം, മമ്മി കാണണ്ട. അയ്യോ മമ്മി. ഇവിടെ വാ. വരൂല. അമ്മൂട്ടാ, മമ്മി ദേഷ്യം പിടിപ്പിക്കല്ലേ, ഇങ്ങ് വന്നേ. ഇല്ല, വന്ന മമ്മി ചെല്ലും. നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ തല്ലും, ഉറപ്പാ. ഇല്ല, ഞാൻ ഓടും. ഓഹോ, എത്ര ദൂരം ഓടും നീ? ഞാന് ഇങ്ങനെ ഓടി 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 ദുബായ് വരെ ഓടും. മമ്മി തന്നെ പിടിച്ചാൻ കിട്ടില്ല. അയ്യടാ, ഒരുപാട് വായടിക്കല്ലേ, ഇങ്ങ് വന്നേ നീ. ഇല്ല, നീ പോ പവിള. ഊള പവിള. എന്തോന്ന്, എന്താ പേച്ച്? അയ്യോ, അടിച്ചോ. എടി കൊറത്തടിക്കെ, നിക്കടി അവിടെ. നിന്നെ എന്തിനാ? അയ്യോ, അതിൽ ഓടി വരുന്നേ, ഈ പവിളു എന്നെ കൊല്ലാൻ വരുന്നേ. അക്കൂട്ടാ, ഓടി വാ, എന്നെ രക്ഷിച്ചു. പപ്പാ. മമ്മി മതി, എന്നെ രക്ഷിച്ചത് മതി. എന്റെ വീട്ടിൽ ഞാൻ അമ്മൂട്ടനെ രക്ഷിച്ചാൻ പോട്ടെ. അമ്മൂട്ടൻ കരയുന്നു. നീ പോയിട്ട് എന്ത് ചെയ്യാനാ? കുട്ടക്കേട് കാണിച്ചാ ഇങ്ങനെ തന്നെ. എന്തായാലും നോലേട്ടാ, ഒന്ന് ചെല്ല്. അല്ലെ നില ചേച്ചി എന്തായാലും തല്ലു കൊടുക്കും. വേണ്ട, പപ്പ പോണ്ട, അവിടെ നിൽക്ക്. എനിക്കറിയാം എന്റെ അമ്മൂട്ടനെ രക്ഷിച്ചാൽ. അമ്മൂട്ടാ, ഞാൻ വന്നു. ദാ അവളുടെ രക്ഷകൻ പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കിവിടെ റോളില്ല. ഈ പിള്ളേരുടെ ഒരു കാര്യം. ദൈവമേ, ആ കുരുട്ട് അവിടെ നിലവിളിക്കുന്നു. ഈശ്വര, നീല ഇനി എന്തൊക്കെ ചെയ്യുമോ എന്നോ. അമ്മൂട്ടാ, നില. പപ്പ എന്നെ രക്ഷിച്ചു. പപ്പയുടെ പവിഴത്തിന് വട്ടായി. കടവുളെ പവിളമോ? അടിപൊളി. എവിടെ അമ്മൂട്ടാ നീ? അമ്മൂമ്മേ, ഷുഗപ്പ നോക്കി മമ്മി എന്നെ തല്ലാൻ വരുന്നു. അമ്മൂട്ടാ, എനിക്ക് ഓടി മതിയായി. ഇനി ഞാൻ ഓടുന്നില്ല, നീ ഓടുന്നില്ല. ഇങ്ങ് വന്നേ, മര്യാദക്കാ വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്നോ. ഇല്ല ഇല്ല ഇല്ല, വരൂല. അല്ല, എന്താ എന്താ അമ്മൂട്ട, എന്തിനാ മമ്മി തല്ലാൻ വരുന്നത്? എന്റെ പൊന്നു പപ്പ ഇവിടെ സ്കൂളിൽ എന്ത് കുറിച്ചൊക്കെ കാണിച്ചു വെച്ചെന്നറിയോ? ആഹാ, എന്താ അമ്മൂട്ട? അമ്മൂട്ടന് എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല. അമ്മൂട്ട നിന്നോട് കള്ളം പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു മമ്മി, ഈ പെണ്ണ് കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞു പയ്യനെ തല അടിച്ച് പൊട്ടിച്ചിട്ടാ വന്നേക്കുന്നത്. അമ്മൂട്ട വാട്ട്? തലയടിച്ച് പൊട്ടിച്ചെന്നോ? തലയടിച്ച് പൊട്ടിച്ചെന്നോ? ആണോടെ കുഞ്ഞ്? ഷുഗപ്പയുടെ മോൾ ഇവിടെ നോക്കിയേ. മമ്മി പറഞ്ഞത് ശരിയാണോ? നീ തലയടിച്ച് പൊട്ടിച്ചോ ചെക്കന്റെ? പൊട്ടിച്ചു. എന്തിന്? അതെന്തല്ലോ ഷുഗപ്പ, ഒരു ചെക്കനുണ്ട് എന്റെ ക്ലാസ്സില്, സയൻ എന്ന് പറഞ്ഞിട്ട്. ആ ചെക്കൻ എന്റെ പിന്നാലെ നടക്കും, എന്നെ കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ ഒന്ന് മടിച്ചു കൊടുത്തു. ഞാൻ ഒക്കെ ചെയ്തുള്ളൂ. ആഹാ, എന്റെ ദൈവമേ, ഇനി ആ കൊച്ചിന്റെ പാരന്റ്സിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. കടവുളെ, ഇങ്ങനെ ഒരു സാധനം. അതേ ചെയ്തുള്ളൂ പോലും. ആ കൊച്ചങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളാണ് പോയി തല്ലാൻ പറഞ്ഞേ? പപ്പ, ഞാനോ? എനിക്ക് കുറിച്ചടിക്ക് നിങ്ങളെ പേടിക്കപ്പോ തല്ലാൻ പറഞ്ഞ ചെക്കനെ. പപ്പയല്ലേ പറഞ്ഞ ചെക്കന്മാര് ശല്യം ചെയ്യാമെന്ന് പറഞ്ഞ മമ്മി പപ്പയെ തല്ലിയെ പോലെ പെട്ടല്ലേ. ജിമിനേട്ടാ, എന്റെ പൊന്നമ്മൂട്ട, നീ ഇത് എന്റെ പൊന്നു നില, നീ കുറിട്ട് പറയുന്നൊന്നും വിശ്വസിക്കലേ. ഞാൻ ചുമ്മാ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞേ ഉള്ളൂ. അവളത് പ്രാക്ടിക്കലൈസ് ചെയ്യുന്നു ഞാൻ കണ്ടു. ഇപ്പോ തേങ്ങ 5 വയസ്സ് കൊച്ചിനോട് ലവ് സ്റ്റോറി പറയാൻ നടക്കുന്നു. ഇങ്ങനെ ഒരു സാധനം. ആ ശരി ശരി, വിട്. ഇനിയിപ്പൊ നിങ്ങൾ രണ്ടും കൂടി തുറന്നു നിൽക്കണ്ട. അമ്മൂട്ട, നീ ആ കൊച്ചു ചേക്കനെ നന്നായി തല്ലിയോ? ആ, ഞാൻ കൊറേ തല്ലി അവനെ. പപ്പയെ മമ്മി 4-5 പ്രാവശ്യം തല്ലിയില്ലേ, അതുപോലെ ഞാനും ചെക്കനെ 4-5 പ്രാവശ്യം തല്ലി. കടവുളെ നില, മിണ്ടരുത്. കൊച്ചിനെ വഷളാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. അമ്മമ്മേ, ഞാനും ആ ചെക്കനെ അടിച്ചു. ചെറുക്കം നീ മടിച്ചോ? അടുത്തത്. അത് ശരി, ഇതെന്താ? അല്ലക്കോ, നീ എന്തിനാ തല്ലിയത്?
പിന്നെ എന്റെ അമ്മൂത്തന്റെ കയ്യിൽ പിച്ച 5 ദേഷ്യം വരൂലേ, അപ്പൊ ഞാൻ തല്ലി. പിന്നെ ഞാൻ എന്റെ അമ്മൂത്തനെ കല്യാണം കഴിച്ച മോനെ, പിന്നെന്തിനാ അവന്റെ അമ്മൂത്തനെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നേ? അവന്റെ ഇഷ്ടായില്ല, അപ്പൊ ഞാൻ ഒന്നുകൂടി കൊട്ടു. എന്തോന്ന് കല്യാണമോ? കല്യാണമോ? എന്തൊക്കെ കൊച്ച വീട്ടിൽ നടക്കണേ? എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഇതും എന്റെ നെഞ്ചത്ത് എന്തൊരു കഷ്ടമാ. എന്താ ഇപ്പൊ പറഞ്ഞേ? ഞാൻ അമ്മൂത്തനെ കല്യാണം കഴിച്ചാൻ പോവായിരുന്നു. അല്ല അമ്മൂത്ത? നാലുപ്പ ഞാനും അക്കവും വലുതായിട്ട് ഡോക്ടറായിട്ട് ഞാനും അക്കവും ദുബായിൽ പോയിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ട് ഞങ്ങള് പൈസ കൊണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ട്രെയിനിലൊക്കെ പോയിട്ട് കടലിലൊക്കെ പോയിട്ട് ഉമ്മയൊക്കെ കൊക്കും. അമ്പട കള്ള, നീയാണ് കൊള്ളാലോ. പിള്ളേര് എന്റെ അമ്മ നത്തോലി പോലെയുള്ളൂ, അതിന്റെ വായിന്ന് വരുന്ന നോക്ക. ജാനു, എല്ലാത്തിനും കാരണം നീയാ. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞില്ല ആ ബാങ്കോക്ക് ചെക്കന്റെ ജങ്കുക്ക്. ആ ചെറുക്കന്റെ വേഗം വരുന്ന കാണല്ലേ. കണ്ട് ആ ചെറുക്കനെ പോലെ നിന്റെ കൊച്ചു ഇപ്പൊ ഡെലിവറി ആയിട്ടുണ്ട്. അതിന് എന്റെ ജങ്കുക്ക് എന്ത് ചെയ്തു? മനുഷ്യ, ഈ നിൽക്കുന്ന പ്രോപ്പർട്ടി നിങ്ങളുടെ, അല്ലാതെ ജങ്കുക്കിന്റെ അല്ല. അവനെ പോലെ ഡെലിവറി ആവാൻ ഇവനെ നിങ്ങളെ പോലെ. ഓ, പറയുന്ന ആൾ പിന്നെ ഡെലിവറി അല്ലല്ലോ. ഓ, എന്തായാലും ആ ചെറുക്കന്റെ അത്ര ഒന്നുമില്ല. ഓ, ഇനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലെന്താ, ഉള്ളത് മൊത്തം കൊച്ചിനെ കിട്ടിയിട്ടുണ്ട്. അതെ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ഈ പിള്ളേരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം നോക്ക്. ആ കൊച്ചിന്റെ വീട്ടിൽ എന്തെങ്കിലും വെച്ച് സംസാരിക്കാൻ നോക്ക്. ഞാൻ എന്തായാലും ആ കൊച്ചിന്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചോളാം. ഇനി പിള്ളേരുടെ കാര്യം എന്ത് തീരുമാനിക്കാനോ? അമ്മൂട്ടനെ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ടീച്ചർ വിളിച്ച് ഒരാഴ്ച വീട്ടിലെത്തിക്കോളാൻ പറഞ്ഞു. നല്ല കുട്ടി 1ാം ക്ലാസ് കയറുമ്പോഴത്തേക്കും സസ്പെൻഷൻ വാങ്ങിക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇതുങ്ങളെ വളർന്ന് വലുതായാലും എന്തായിരിക്കും? അമ്മൂത്തന് സസ്പെൻഷൻ കിട്ടുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകൂല. അമ്മൂത്തന് എന്തെങ്കിലും ഞാൻ സ്കൂളിൽ പോവുള്ളൂ. ദേ അടുത്തത്. ശേടാ, ഇതുങ്ങളെ രണ്ടും എന്താ ഇങ്ങനായി പോയേ? പറഞ്ഞിട്ട് കാര്യമില്ല, വിതച്ചതല്ലേ കൊയ്യൂ. മമ്മി, അല്ല, ഞങ്ങളൊന്ന് പുറത്തുപോയി വരുമ്പോഴത്തേക്കും ഇവിടെ എന്താ എല്ലാവരും കൂടി ഒരു വട്ടമേശ സമ്മേളനം? എത്തിയ രണ്ടുപേരും വാ, കൊറേ പറയാനുണ്ട്. ആദ്യം തന്നെ ഒരു അടിപിടി കേസ്. അത് വിട്. അതിനേക്കാൾ മെയിനായിട്ട് നമുക്കിപ്പോ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം നടത്താൻ പ്ലാൻ ഇടണം. കല്യാണമോ? ആർക്ക്? ഇത് ഈ നിൽക്കുന്ന രണ്ടെണ്ണത്തിന്. ഈ 2 പൊട്ടാസുകൾക്കോ? ജോണേട്ടാ, ഇവർക്ക് കല്യാണം കഴിക്കാം. അതും ഇവിടെ ഒന്നും അല്ലട്ടോ, അങ്ങ് ദൂരെ ദുബായിൽ പോയിട്ട് കല്യാണം കഴിക്കാം. അത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കി ഐസ്ക്രീം വാങ്ങിച്ച് തിന്ന് ഫ്ലൈറ്റിൽ കയറണം. എന്നിട്ട് ഒരു കടലിൽ പോണം. അവിടെ പോയി ഉമ്മ വെക്കണം. എന്തൊക്കെ ആഗ്രഹങ്ങളാണോ എന്റെ കൊച്ചുങ്ങൾക്ക്. അത് ശരി, ഈ പൊടീസുകൾക്കോ? അമ്പോ, നിങ്ങൾ കൊള്ളാലെ പിള്ളേരെ. ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല മക്കളെ, എന്നിട്ട് എപ്പോഴാണ് നിങ്ങളുടെ കല്യാണം? ഇന്നലെ. ഓ, അത് ശരി, ഇന്നലെയാണോ കല്യാണം? അപ്പോ ഞങ്ങളൊന്ന് കല്യാണത്തിന് വിളിക്കുന്നില്ലേ? വിളിക്കാലോ, നിങ്ങളെല്ലാരും കല്യാണത്തിന് ഞങ്ങൾ നാളെ വിളിച്ചോളാം. ഓ, ഇന്നലത്തെ കല്യാണത്തിന് ഞങ്ങളെ നാളെ വിളിക്കാന്നില്ലേ? ഓ, ശരി. എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കണ്ടോ. എന്റെ ജോണേട്ടാ, നിങ്ങളെ കൊച്ചുങ്ങളെക്കാളും പരമാണല്ലോ. അയ്യോ, കുഞ്ഞു കരയുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് പോവാണേ. ശരി. കുഞ്ഞത്തെ, എന്നെ ഈ സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കാൻ സഹായിക്കടാ. മമ്മി വരാം. മമ്മിയുടെ സുന്ദരി എന്തിനാ കരയുന്നേ? മമ്മി വന്നല്ലോ. കരയണ്ട കേട്ടോ. മമ്മി, നമുക്ക് തിരുമോക്കം കല്യാണം കഴിച്ചിട്ടേ. ചെറുക്ക, നിന്റെ വായിൽ കല്യാണം മാത്രമേ ഉള്ളൂ. 5 വയസ്സായുള്ളൂ. 25 വയസ്സിന്റെ വർത്താനം പറയാൻ നിൽക്കുക. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഉള്ളൂ. അമ്മ എന്തിനാ ചീത്ത പറയുന്നേ? സോറി മുത്തേ, മമ്മി ചുമ്മാ പറഞ്ഞതല്ലേ. എന്നാലേ എനിക്ക് അമ്മൂത്തനെ കല്യാണം കഴിച്ചിട്ടല്ലോ. ഈ ചെറുക്കനെ കൊണ്ട് കെട്ടിച്ചേരാം.
പക്ഷെ മമ്മിക്ക് ഒരു ഉറപ്പ് തരണം. നീ പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടി ദേ നിന്റെ പപ്പ മമ്മിയെ നോക്കുന്ന പോലെ നോക്കുമെന്ന് മമ്മിക്ക് ഉറപ്പ് തരണം. എന്നാൽ മാത്രം മമ്മി കേട്ടുചേരും. യെസ് പ്രോമിസ് മമ്മി. ഞാൻ മമ്മി പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളാം. ഐ ലവ് യു സോ മച്ച്. ആഹാ, മമ്മിക്ക് മാത്രം അപ്പൊ ഉമ്മ ഉള്ളോ? പപ്പയ്ക്കോ? തരല്ലോ ഉമ്മ. ഇനി തിരപ്പേപ്പിച്ച് ഉമ്മ കൊടുക്കണം. ഉമ്മ. ഞാനേ അമ്മമ്മയുടെ അടുത്ത് പോയി ചേരാവേ. ടാറ്റാ. ചെല്ല് ചെല്ല്. മോളറിഞ്ഞോ? ഉറങ്ങി. അല്ല നാനേട്ടാ, ഞാൻ ഓർക്കുമായിരുന്നു അക്ക് പറഞ്ഞ പോലെ നമുക്ക് അമ്മൂട്ടനെ കെട്ടിച്ചു കൊടുത്താലോ? പിന്നെന്താ, ഞാൻ എപ്പോഴും റെഡിയാ. എനിക്കൊരു പ്രശ്നമില്ല. ആദ്യം പിള്ളേരൊന്ന് വലുതാവട്ടെ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ല അതുങ്ങളുടെ വായിൽ വരുന്നത്. എന്റെ അമ്മ. അതെ അതെ. മമ്മി. ആ ഇവിടെ വാ. മമ്മി തല്ലും. ഇല്ല തല്ലില്ല. ഇങ്ങ് വാ. തല്ലും. നീ എന്ത് കുറുമ്പിയാടി അമ്മൂട്ട. ആ കൊച്ചിന്റെ തലയെ കടിച്ചു പൊട്ടിച്ചോ നീ? സോറി മമ്മി. അവൻ എന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നപ്പോ തല്ലിയതാ. ശരി പോട്ടെ വിട്. ഇനി സ്കൂളിൽ പോകുമ്പോ സായനോട് 2 കാര്യങ്ങൾ പറയണം. ഫസ്റ്റ്, അവനെ അടിച്ചതിന് സോറി പറയണം. ഇനി ചെയ്യില്ലെന്നും പറയണം. രണ്ടാമത്, നിന്നെ അവന് മമ്മി കെട്ടിച്ചു തരില്ലാന്നും കൂടി പറഞ്ഞേക്കെ. ഓക്കെ മമ്മി, പറഞ്ഞേക്കാം. ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ കൊച്ചു ഓടുന്ന സമയത്ത് നീ എന്നെ എന്താ വിളിച്ചേ? അത് പവിലം. പപ്പ പറഞ്ഞു തന്നതാ. നിന്റെ പപ്പേനെ ശരിയാക്കുന്നുണ്ട്. പാവം പപ്പ. അല്ല അമ്മൂട്ട, ഇങ്ങ് വന്നേ. എന്നെ വിളിച്ചതല്ലേ, ഇനി നീ പപ്പയും പോയി ചെന്ന് വിളിച്ചേക്ക്. പോയിട്ട് മമ്മി പറയുന്നത് നിങ്ങൾ വിളിച്ചേക്ക് കേട്ടോ. പാവം, നല്ല പേര്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ടാറ്റാ. ചെല്ല് ചെല്ല്. ഹലോ, അവിടെ കിടക്കടാ. അവിടെ കിടക്കടാന്നോ? അല്ല പപ്പ, അവിടെ കിടക്കാതാ. എന്ത് എന്തോന്ന് എന്റെ കുഞ്ഞെ പറയുന്നേ? മനുഷ്യനെ മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കേ. പപ്പ ചായത്തിന് എന്നെന്തും ചീത്ത പറയുന്നെന്ന് പറഞ്ഞില്ല. അലുവ കഥക്കാരാണ്. എന്താ പറഞ്ഞേ? അലുവ കഥക്കാരാണ്. നില, നീ അത് കൊച്ചിനെ കൊണ്ട് വിളിപ്പിച്ചല്ലേ? ഓ ഗോഡ്. കുട്ടി ഇത് വിളിച്ചു പോകരുത് കേട്ടല്ലോ. ഞാൻ വിളിച്ചു അലുവ കഥക്കാത, അലുവ കഥക്കാത. പപ്പ മമ്മിയെ പവില വിളിച്ചാൻ പറഞ്ഞിട്ടേ. അപ്പൊ ഞാൻ ഇനി അലുവ കഥക്കാത വിളിച്ചു. രാമൂട്ട, ഇനി ആ പേര് ഇവിടെ മിണ്ടി പോകരുത്. എങ്ങാനും വിളിച്ച അടി വാങ്ങുന്ന എന്റെ കയ്യിന്ന്. ഓ അണ്ണാച്ചി, പിന്നെ വാ. എന്താണ് അണ്ണാച്ചി? അമ്മൂട്ട, നിന്നെ കൊണ്ടാണ് ഇത് വിളിക്കാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് വിളിക്കാൻ. നില, സിനിമേട്ട, സത്യം ഞാൻ പറഞ്ഞിട്ടില്ല വിളിക്കാൻ. സത്യമാ. പിന്നെ ഈ പേരിപ്പോ നിങ്ങൾക്ക് അവിടെ കിട്ടി? മമ്മി പപ്പയെ വിളിച്ചെന്ന് കേട്ടിട്ടുണ്ടെന്നെ അണ്ണാച്ചിന്ന്. ആഹാ, അപ്പൊ എന്റെ കുറ്റമല്ല. പിന്നെ പപ്പ അമ്മച്ചി ഉമ്മ വെക്കുമ്പോ അമ്മ പോ അണ്ണാച്ചി പറയില്ലേ? ഞാനത് കണ്ടിട്ടുണ്ട്. അയ്യോ നാണക്കേട്. ആ ശുഭം. ഞാനിത് സ്കൂളിൽ പോയിട്ട് പറയാമല്ലോ. എന്റെ മമ്മിയുടെ പേര് പവിലം, പപ്പയുടെ പേര് അണ്ണാച്ചി. എന്തിന്? വെറുതെ ഒരു രസം. അടിപൊളി. നില, എന്താ എന്നെ നോക്കണ്ട. ഈ ഒരു സാധനം പുറത്തു വരാനല്ലേ കാത്തിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അനുഭവിച്ചോ? ഈ പവിലത്തിന് എന്താ? എന്തിനാ എപ്പോഴും ദേഷ്യപ്പെട്ട് നടക്കുന്നേ? അത് ഇവിടെ വാ, പാപ്പ പറഞ്ഞു തരാം.
പവിഴത്തിന് ഉമ്മ കിട്ടാത്തതിന്റെ. ആണോ പവിഴ? എന്ത്? എന്റെ പവിഴത്തിന് ആ മിണ്ടണ്ട അമ്മൂട്ടാ, ഇത് ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ടാ, പവിഴം അറിയണ്ട. ഓ ആയിക്കോട്ടെ. ഒരു പപ്പയുണ്ട്, പപ്പയുടെ കുഞ്ഞനക്ഷത്രമുണ്ട്. രണ്ടിനെയും മിക്കവാറും ഞാൻ വല്ല ആറ്റിലും എടുത്തിടും. ഈ പവിഴ എന്താ ഇങ്ങനെ? പപ്പ പറഞ്ഞില്ലേ അത് കിട്ടാത്തതിന്റെയാ. എന്നാ വേഗം കൊണ്ട് കൊടുക്ക്, ഈ വട്ടത്ത് മാറട്ടെ. കൊടുക്കാം. അതിനു മുന്നേ പപ്പയുടെ കുഞ്ഞു നക്ഷത്രം ഇങ്ങ് വാ, എന്റെ മോൾക്ക് വേണ്ടേ? ഉമ്മ. എനിക്കുട്ടെ നിക്കവിടെ. ഇല്ല, പാനച്ചി പാനച്ചി പാനച്ചി. ദൈവമേ, നിലയുടെ കോപ്പി പേസ്റ്റ് മാത്രം ആക്കല്ലേ ഞാൻ പറഞ്ഞതല്ലേ. ഓ ഗോഡ്, ഇത് അവളുടെ മിനി വേർഷനാ. എടി നിക്കവിടെ. ജാനു, മോൾ ഉറങ്ങിയോ? ആ ചേച്ചി, എങ്ങനെയൊക്കെ ഉറക്കിക്കിടത്തിയിട്ടുണ്ട്. ആ ഉറങ്ങട്ടെ. അല്ല, അമ്മൂട്ടിനെവിടെ? ആ ജമുനേട്ടന്റെ അടുത്തുണ്ട്. രണ്ടും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ അത് വിട്. അല്ല അക്കു എവിടെ? മമ്മി, ഞാനിവിടെ ഉണ്ട്. ഓടി വാ. മമ്മിയുടെ ചക്കര മുത്താനി. ആ 1000 ചക്കര മുത്തായാലും ശരി. അക്കു ഇവിടെ വാ, ഈ ഫുഡ് കഴിക്ക്. ഇന്ന് കൊണ്ടുപോയ ലഞ്ച് ബോക്സിൽ ഒരു തരി ചോറ് പോലും അനങ്ങിയിട്ടില്ല. അമ്മൂമ്മേ, എനിക്ക് വിശക്കാത്തോണ്ടാ ഞാൻ കഴിച്ചാതിരുന്നേ. അക്കു, മമ്മി പറഞ്ഞിട്ടില്ലേ കൊണ്ടുപോകുന്ന ഫുഡ് മുഴുവൻ കഴിക്കണമെന്ന്? സോറി അമ്മ, ഇനി കഴിച്ചോളാം. ശരി, സാരല്ല. എന്നാ പിന്നെ ഇതെടുത്ത് കഴിക്ക്. ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ, വിശന്നിരിക്കണ്ട. മമ്മി വരുത്തട്ടെ? വേണ്ട, എനിക്ക് നീല മമ്മി വരുത്തന്നാ മതി. ശരി വാ, നീല മമ്മി വരുത്തരാം കേട്ടോ. അതെ, എനിക്കും ചെറുതായിട്ട് വിശക്കുന്നു. മമ്മി കുറച്ച് ഫുഡ്. അതെന്താ പപ്പ ലഞ്ച് കഴിച്ചില്ലേ? എവിടെന്ന്? നിന്നെ പോലെ തന്നെ നിന്റെ പപ്പയും ലഞ്ച് കഴിക്കാതെ വന്നേക്കുന്നെ. അതാ ഞങ്ങള് പപ്പയും മോനും അല്ലേടാ മോനെ? അതെ അതെ, പക്ഷെ പപ്പച്ചാരും വൈകിട്ടില്ല കേട്ടോ. പപ്പ ഒറ്റയ്ക്ക് തിന്നോ? അയ്യടാ, നിനക്ക് മാത്രല്ല, എനിക്കിവിടെ വാഴ്ത്തരാൻ ആളൊക്കെ ഉണ്ട്. എനിക്കെന്റെ മമ്മി വാഴ്ത്തരോടാ, നോക്കിക്കോ. മമ്മി എനിക്ക് വാഴ്ത്തരില്ലേ? പിന്നെ വരുത്തരാലോ. ഇനി ഇതിന്റെ പേരും പറഞ്ഞ പപ്പയും മോനും കൂടെ അടി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇന്ന് കഴിക്കും. ട്വിങ്കിൾ ട്വിങ്കിൾ. ആ വിക്രമാദിത്യനും വേതാളും എത്തിയല്ലോ. ഞങ്ങൾ വന്നു. അല്ല, എന്താ ഇവിടെ തീറ്റ മത്സരോ? പോടാ, രണ്ടും ലഞ്ച് കഴിക്കാതാ വന്നിരിക്കുന്നത്. അപ്പോ കഴിക്കാൻ കൊടുത്തതാ. അല്ല മുട്ട, നീ ലഞ്ച് കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു, ഞാൻ കുത്തിക്കാല. അതെ അതെ, പപ്പയെ പോലെ. അയ്യോ, ഇതുവരെ ഇനി ഉറങ്ങിയിട്ടില്ലേ? ഈശ്വര. അക്കുട്ട, മമ്മി വാരിത്തരും. ജനം നോക്കണേ. ജമിനേട്ടാ, ഇന്ന് വന്നേ മനുഷ്യ. കടവുളെ അടുത്തത് ദേ വരുന്നു. ഈശ്വര, എന്തോന്നിത്? എന്റെ പിള്ളേരെ നിങ്ങളെ ഉറങ്ങാൻ കിട്ടാൻ നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ? ആ സുഭാഷ്. മമ്മിയുടെ മുത്ത് വന്നേ. മമ്മിയുടെ അടുത്ത് കരയാൻ പറ്റില്ല. എന്തിനാ കരയുന്നേ? ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റുമോ? നല്ല കൊച്ചുകളല്ലേ. എടോ മനുഷ്യ, നോക്കി നിൽക്കാതെ അത് തന്നെ എടുക്ക്. കണ്ടോ പാവങ്ങളുടെ കഷ്ടപ്പാട്? നമ്മുടെ നേർച്ചേച്ചിയും ചെമ്മേട്ടനും അമ്മൂട്ടനെ കൂടാതെ വേറെ ഉണ്ട്. അത് 1 2 അല്ല 3 എണ്ണം ട്രിപ്ലെറ്റ്സ്. വാ, നമുക്ക് 3 പേരെ പരിചയപ്പെടാം. ചേച്ചിയുടെ കയ്യിൽ നിന്ന് കരയുന്ന കണ്ടോ? അതാണ് ആർക്ക്. നമ്മൾ ആദ്യമായിട്ട് പുറത്തു വന്നാണ്. ഇനി അടുത്തത് ജിമേട്ടന്റെ കയ്യിലുള്ളത്. അതിലൊരാള് അസ്ട്ര, അടുത്ത ആള് അലോക്.
അങ്ങനെ ട്രിപ്ലെറ്റ്സ് ആയി 3 പേരും കൂടെ അവരുടെ ലൈഫിലുണ്ട്. പപ്പയുടെ മക്കളെ ഇങ്ങ് വന്നേ, ബാബാ വാ, കരയാൻ പറ്റില്ല, ഇങ്ങോട്ട് വന്നേ, ബാബാ അയ്യോ, രണ്ടുപേരും ഇങ്ങ് പോയോ. എന്തോന്ന്? ഞാൻ ഇത് എന്ത് ഭാഷ? പപ്പാന്ന് മാത്രം മനസ്സിലായി. എന്റെ പൊന്നു നില, ഈ കൊച്ചിന് ഏതൊക്കെയോ ഭാഷ സംസാരിക്കുന്നു. എങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കും വിഷയം. ഇത് ഞാനങ്ങനെ കാരണോണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റൂല ഇതിന്. അമ്മച്ചി ഒരൊറ്റ അടിയൊന്ന് തന്നുണ്ടല്ലോ, ഉണ്ടാക്കി വെക്കുമ്പോ ആലോചിക്കണേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. ഐശ്വരി, ഒറ്റയ്ക്ക് 3 ഉണ്ടാവുന്ന ഇതുമൊക്കെ നോക്കേണ്ടി വരുമെന്ന് ഞാൻ കണ്ടോ ഇപ്പൊ? ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇത് നിങ്ങളുടെ കൂടെ കൊച്ചാ, മര്യാദയ്ക്കൊന്ന് നോക്കി വേണം. ഇതിപ്പോ കൊച്ചുങ്ങളുടെ കൂടെ ഞാനും ഇരുന്ന് കരയേണ്ട അവസ്ഥയാണല്ലോ. അയ്യോ എന്തൊരു കരച്ചിലാ പിള്ളേര്. ജിരണേ നീ പോയിക്കോ, ഞാൻ നോക്കോളാം. വാ. മമ്മി ദൈവമാണ്, മമ്മി ദൈവം. താങ്ക് യു. ഞാൻ പോയിട്ട് ഹോബി മമ്മിയെ കൂടെ അയച്ചേക്കാം. മമ്മിക്ക് രണ്ടാമത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ചെല്ല് ചെല്ല്. പാവം എന്റെ മക്കള് 3 പേരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഏയ് ഇല്ല മമ്മി, ഇവരൊക്കെ ദൈവം തന്ന ഗിഫ്റ്റ് അല്ലേ, ഇവരെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാ? ഇങ്ങനെ കുറച്ച് കരയും, അത്രയല്ലേ ഉള്ളൂ. പിന്നെ കരയുമ്പോ നിങ്ങളൊക്കെ ഓടി വരുന്നില്ലേ, പിന്നെന്താ? പിന്നെ അമ്മൂട്ടൻ കുറച്ച് കുസൃതിയാണെങ്കിലും പറഞ്ഞത് കേക്കും, നല്ല കുട്ടിയാ. അമ്മൂട്ട, നിനക്ക് ഒരാഴ്ച സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ. നീ പോണില്ലെങ്കിൽ ഞാനും പോണില്ല. അപ്പൊ നമുക്ക് പപ്പയുടെ അടുത്തും മമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ടൂറ് പോവാം. ആ സൂപ്പർ ഐഡിയ, നമുക്ക് പോവാം. നിനക്ക് പറയാം, പക്ഷെ അവര് സമ്മതിക്കോ? അവര് സ്കൂളിൽ പോകാൻ പറഞ്ഞ് ചീത്ത പറയും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഷുഗപ്പയുടെ അടുത്തും സൂണപ്പയുടെ അടുത്തും പോയി പറയാം, അവര് സമ്മതിക്കും. ഓക്കെ, പോവാം. ഷുഗപ്പ, ജൂനപ്പ. ആരിത്? ഇന്നലെ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവോ? അതെ. എന്നിട്ട് രണ്ടുപേരുടെ ഇവിടെ കാര്യം? നിങ്ങൾ ദുബായിക്കൊന്നും പോണില്ലേ? കടലൊക്കെ കാണണമെന്ന് പറഞ്ഞല്ലോ. അത് പറയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓഹോ, എന്താ സംഭവം? അമ്മൂട്ടന് സസ്പെൻഷനല്ലേ, അപ്പൊ ഒരാഴ്ച സ്കൂളിൽ പോവണ്ട. അപ്പൊ ഞാനും പോവില്ല. അതുകൊണ്ട് നമുക്ക് ടൂറ് പോവാം. അത് കൊള്ളാലോ. എന്തായാലും ഈ പറഞ്ഞത് ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനാ, എല്ലാരോടും പറഞ്ഞ് സെറ്റാക്കുമല്ലേ? പിന്നല്ല, എവിടേക്കാ പോണ്ടെന്നൊക്കെ പിള്ളേർ തീരുമാനിക്കട്ടെ, അല്ലേ പൊട്ടാസുകളെ? എവിടേക്കപ്പൊ പോവാ? മമ്മിമാർക്ക് വല്ല ഐഡിയ ഉണ്ടോ എങ്ങോട്ട് പോണ്ടെന്ന്? അല്ല ഗേൾസ്, നിങ്ങളോ? ജിമിനെ, നീ എങ്കിലും ഒന്ന് പറ. പപ്പമാര് നമുക്കിട്ട് പറഞ്ഞു ഇരിക്കുക. ദയവ് ചെയ്ത് ഞങ്ങളുടെ അടുത്തൊന്നും ചോദിക്കരുത്, ഞങ്ങൾക്കറിയൂല. എനിക്കും കിട്ടുന്നില്ല. പക്ഷെ പോവുകയാണെങ്കിൽ നല്ല പ്ലേസിൽ തന്നെ പോണം. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയ പ്ലേസ്. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ പഴയ വീട്ടിലോട്ട് പോയാലോ? ചേച്ചി, ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്തായാലും ഞാൻ റെഡിയാ, നിങ്ങളോ? വാവ്, നിങ്ങൾ റെഡിയാണ്, പിന്നെ ഞങ്ങൾ റെഡിയാണോന്ന് ചോദിക്കാനുണ്ടോ? ഞങ്ങൾ എപ്പോഴേ റെഡി അല്ലേ നവലേട്ടാ? അല്ല, പപ്പമാരും മമ്മിമാരും റെഡിയാണോ? എന്റെ മക്കളെ, ഞങ്ങൾ എപ്പോഴേ റെഡി. ഞങ്ങൾ റെഡി. അതെ, ഞാനിപ്പോ തന്നെ എക്സൈറ്റഡ് ആവാൻ തുടങ്ങി. എന്നാ പിന്നെ എല്ലാരും ഇപ്പൊ തന്നെ പെട്ടിങ് കിടക്കൊക്കെ റെഡി ആയിക്കോ. നമ്മൾ നാളെ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകുന്നു. അപ്പൊ എല്ലാരും വേണ്ടതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ? അപ്പൊ വണ്ടി നേരെ വിട്ടോ വീട്ടിലോട്ട്? പോകുന്ന വഴി ഞങ്ങളുടെ സ്കൂളിലൊന്ന് നിർത്തണം. ഞങ്ങള് സ്കൂളിലേക്ക് വരില്ല, ടീച്ചറടുത്ത് പറയണം. ഓഹോ, അത് ഞങ്ങളെ വിളിച്ചു പറഞ്ഞ പോരെ? വേണ്ട, ഞങ്ങൾ പറഞ്ഞിട്ട് വരാം.
എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആ, സ്കൂളെത്തി. രണ്ടും കൂടെ പോയിട്ട് പെട്ടെന്ന് തന്നെ വരണം കേട്ടല്ലോ. ഓക്കേ, വാ അമ്മൂട്ട പോവാം. അമ്മൂട്ട, സെയിം വരുന്നു. എവിടെ? ഇങ്ങോട്ട് വാ, എനിക്ക് അവനോട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. സെയിമേ നിക്ക്, എന്റെ അമ്മൂട്ടന് നിന്നോട് എന്തോ പറയണം. എന്താ? എന്നെ ഇനിയും ചെല്ലാൻ വരുവാണോ രണ്ടുപേരും കൂടെ? അല്ല, നിന്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, സോറി നിന്നെ തള്ളിയതിന്. ഇനി തള്ളൂല കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്റെ മമ്മി പറയാൻ പറഞ്ഞതാ, നിന്നെ എനിക്ക് കെട്ടിച്ച് തരില്ല. അങ്ങനെയില്ല, എന്നെ എനിക്ക് കെട്ടിച്ച് തരില്ല പറഞ്ഞു. ഓ വേണ്ട, ഞാൻ തന്നെ നിന്നെ കെട്ടിച്ചോളാം. ഞാൻ നിന്റെ പിന്നാലെ നടന്ന് നിന്നെ കെട്ടും. നോക്കിട്ടോ, അതിന് ഞാൻ സമ്മതിക്കൂല. അമ്മൂത്തനെ കല്യാണം കഴിച്ചാൻ പോകുന്ന ഞാനാ. നിനക്ക് കല്യാണം കഴിച്ചാൻ കിട്ടില്ല. Just remember that. Shit. അമ്മൂത്ത, വാ പോവാം. ആ, ദേ രണ്ടും എത്തി. അപ്പൊ വിട്ടോ വണ്ടി. അയ്യോ ഷുഗേട്ടാ, നമ്മുടെ വീട്. ഹോമി വാ കേറ്. വാ, നമുക്ക് കേറാം. ജോണേട്ടാ വാ. രാജീവേട്ടാ, ജമീൻ സാർ, താങ്ക് യു സോ മച്ച്. ഈ വീടും പരിസരവും പഴയതുപോലെ തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോയതിന്. ഏയ് താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ പിന്നെ നിങ്ങൾ എൻജോയ് ചെയ്യും. ഞാനെന്ന് ഇറങ്ങാം, പിന്നെ കാണാം. ഓക്കെ, ബൈ. അയ്യോ ദേ എന്റെ അടുക്കള. ഓ ഗോഡ്, ജീവിയെ നമ്മൾ എവിടെയെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാറ്, അവിടെയെങ്കിലും നമ്മൾ ടി വി ഒക്കെ കാണാറ്. ഞാൻ കൊറേ മിസ് ചെയ്തു നമ്മുടെ വീടിനെ. ഇവിടെ വന്നപ്പോ എന്തോ വല്ലാത്തൊരു ആശ്വാസം. അതേടാ ജോണേ, ഒന്നിലും അക്കു അമ്മൂട്ടനും വലുതാവുന്ന വരെ നമ്മൾ ഇവിടെ ആയിരുന്നില്ലേ, പിന്നെയല്ലേ അങ്ങോട്ട് മാറിയത്. എന്നാലും ഇവിടെ ഒരു പ്രത്യേക തരം സുഖമാണ്. നായരേട്ടാ, നമ്മുടെ റൂം എല്ലാം അതേപടി ഉണ്ട്. ഒന്നിനും കേട് വന്നിട്ടില്ല. സാധനങ്ങളൊന്നും എടുത്തു പോകാത്തത് നന്നായല്ലേ? അതെ, എന്തോ ഒരു സുഖമല്ലേ ഇങ്ങോട്ട് വന്നപ്പോ. സത്യം, എന്തോ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കുഞ്ഞുനാളൊക്കെ ഓർമ്മ വരാം. എന്തായാലും ഇപ്പൊ ഞാൻ ഹാപ്പിയാ. കൊച്ചിനെ കേട്ടട്ടെ. അല്ല, അക്കു എവിടെ? ആ, രണ്ടും കൂടെ വീട് ചുറ്റാൻ നടക്കുക. എനിക്ക് വീട് നല്ല ഇഷ്ടമായ അമ്മൂട്ട. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല രസമുണ്ട്. വാ, നമുക്ക് അവിടെയൊക്കെ പോയി നോക്കിട്ട് വരാം. ഓ, അമ്മയുടെ മക്കളെ കിടന്നോട്ടോ. ഞാൻ ഒരാളെ കൂടെ എടുത്തിട്ട് വരാം. ആ, ദേ അടുത്ത ആൾ എത്തിയിട്ടുണ്ട്. കൂടെ കിടത്തിക്കോ. ആ, തുടങ്ങി ചൈനീസ് ഭാഷ പറയാം. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ ചേർക്ക. നിന്റെ കൂടെയുള്ള രണ്ടെണ്ണം സുഖമായി ഉറങ്ങാൻ തുടങ്ങി. നീ പെട്ടെന്ന് കിടക്ക്. ഏടോ മനുഷ്യ, ഉണ്ടാതിരി, അവൻ ഉറങ്ങിക്കോളും. നില, നില, എന്ത് പറ്റിയടാ? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ. ഏ, ഒന്നുമില്ല. 5 വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടില് ഈ മുറിയിൽ വെച്ച് നടന്നതൊക്കെ ഞാൻ ആലോചിച്ചു പോയി. നമ്മുടെ ജീവിതം തുടങ്ങിയത് തന്നെ ഇവിടെ നിന്നല്ലേ. ഇണക്കങ്ങളും പിണക്കങ്ങളും അടിയും വഴക്കും സ്നേഹവും എല്ലാം നമ്മൾ ഷെയർ ചെയ്തത് ഇവിടെ നിന്നല്ലേ. അതെ, ഓർക്കുന്നുണ്ടോന്നില്ല ഫസ്റ്റ് നൈറ്റിന്
ആദ്യമായിട്ട് നീ എന്നെ ചവിട്ടിയതും ഞാൻ ഫസ്റ്റ് കിസ് അടിച്ചതും പിന്നെ നീ എൻ്റെ തലക്കടിച്ച് വീഴ്ത്തിയതും കറണ്ട് പോയപ്പോൾ നീ എന്നെ ഹഗ് ചെയ്തതും നമ്മൾ പരസ്പരം കിസ് ചെയ്യാൻ ശ്രമിച്ചതും പിന്നെ ആ പൊറോട്ട ഫയലിൻ്റെ കേസും അണ്ണാച്ചി വിളിയും പവിഴം വിളിയും ഒക്കെ തുടങ്ങിയതും ഇവിടെ നിന്നല്ലേ. അതിനുശേഷമുള്ള നമുക്കിടയിലുണ്ടായ വഴക്കുകളും ഇണക്കങ്ങളും പിണക്കങ്ങളും സ്നേഹം പങ്കിട്ടതും അമ്മൂട്ടനുണ്ടായതും വളർന്നു വന്നതും എല്ലാം ഇവിടെ നിന്നല്ല. എല്ലാം എത്ര പെട്ടെന്നല്ലേ കടന്നു പോയത്. ജിമിനേട്ടാ, എനിക്ക് വിഷമാവുന്നടോ. ഏയ്, എന്തിനാ വിഷമിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് അല്ലേ. അങ്ങനെ 5 വർഷത്തിന് ശേഷം അവരവരുടെ പഴയ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അവരെല്ലാരും ഒത്തിരി സന്തോഷത്തിലാണ്. ഇനി അവിടെ എന്താ നടക്കാൻ പോകുന്നത് നോക്കിട്ട് വരാം. മമ്മി, ആ, ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതാ. പുറത്ത് ടേബിൾ സെറ്റ് ആക്കാനല്ലേ? കണ്ടുപിടിച്ചല്ലോ. പിന്നെ അല്ല, ഒരു 10 മിനിറ്റ് ഇപ്പൊ സെറ്റ് ആക്കാം. ആ, അപ്പൊ ആരാ ഇന്ന് തുടങ്ങുന്നേ? ആദ്യം തന്നെ ഞാൻ തുടങ്ങിക്കോളാം. അപ്പോ പപ്പയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ പപ്പ ഇപ്പൊ ഒത്തിരി ഹാപ്പിയാ. നിങ്ങളെ പോലെ 4 മക്കളെ കിട്ടിയല്ലോ. കൂടെ ദേ ജീനിയും ഹോബിയും ജൂണും കൂടെ ഉണ്ട്. അതും പോരാതെ ദാ വീട് നിറയെ കുട്ടിപ്പട്ടാളങ്ങളും. ഇതിൽ പരം എനിക്കിനി സന്തോഷിക്കാൻ ഒന്നുമില്ല. അതെ, എനിക്ക് ശുഭ പറഞ്ഞതേ പറയാനുള്ളൂ. ദേ നമ്മുടെ കുഞ്ഞു ഫാമിലി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ലേ, ഇത് തന്നെ എന്റെ സന്തോഷം. അല്ല പിന്നെ കൂടെ നമ്മൾ നമ്മുടെ പഴയ വീട്ടിലോട്ട് വന്നതും ഇങ്ങനെ ടേബിളിട്ട് സംസാരിക്കുന്നതും കൂടി ആയപ്പോ സന്തോഷം കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കത് മതി. ഞങ്ങളുടെ പപ്പമാരും അമ്മമാരും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രം മതി ഞങ്ങൾക്ക്. പിന്നെ ദേ ജാനുവും കുഞ്ഞാറ്റയും ജിമനും പിന്നെ നമ്മുടെ പൊടീസുകളും എല്ലാരും കൂടി ആവുമ്പോ എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയുന്നില്ല. ഐ എം സോ ഹാപ്പി. ഞാൻ ഹാപ്പിയാ. നിങ്ങൾ എല്ലാരും എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായാൽ മാത്രം മതി. ജാനു എന്നും ഹാപ്പി ആയിരിക്കും. പിന്നെ നാളെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എന്തിനെന്റെ കൂടെ ഞാൻ നിൽക്കുന്നതിന് ഒത്തിരി ഒത്തിരി സ്നേഹം. ഐ ലവ് യു സോ മച്ച്. എന്ത് പറച്ചിലായത് ജാനു, ഞങ്ങൾ ഇന്നും കൂടെ ഉണ്ടാവും. ലവ് യു സോ മച്ച്. ആ, ഇനി കുഞ്ഞാറ്റ പറ. ആ, അവളിപ്പോ കരയാൻ തുടങ്ങും. ദേ രാവിലെ ഒരു കരച്ചിൽ കഴിഞ്ഞതേ ഉള്ളൂ. പോ ജിമിനേട്ടോ, എന്തോ ഇത്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. പറയേണ്ടതൊക്കെ ഞാൻ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പറയോ, നിങ്ങളൊക്കെ എന്റെ ലൈഫിലുള്ളത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യ. പ്രത്യേകിച്ച് പാപ്പന്മാരും അമ്മമാരും നിങ്ങളുടെ സ്നേഹവും എല്ലാം. പിന്നെ എന്റെ ഏട്ടൻ ദേ ഞാൻ സ്വന്തം അനിയത്തിയെ പോലെ കണ്ട അല്ല എന്റെ സ്വന്തം അനിയത്തിയെ ജാനുവിനെ തന്നെ കിട്ടിയതിൽ ഞാൻ ഒത്തിരി ഒത്തിരി ഹാപ്പിയാ. പിന്നെ എന്റെ അണ്ണാച്ചി, സോറി ജിമിനേട്ടൻ. എനിക്കറിയാം ഞാൻ നിങ്ങളെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്, കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്, കുറെ കരയിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങളുണ്ടല്ലോ എന്റെ ജീവന. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. Still, you are my everything. നില ശരിയാ, വേദനകളൊക്കെ കഴിഞ്ഞ്
ഇപ്പൊ നമ്മൾ ഹാപ്പി അല്ലേ? അത് മതി. യു നോ വൺ തിങ്, നീ കാരണം ഞാൻ ചേഞ്ച് ആയത്. എത്രത്തോളം ചേഞ്ച് ആയെന്ന് മമ്മിക്കും പപ്പയ്ക്കും നന്നായിട്ട് അറിയാം. പണ്ടൊക്കെ ഞാൻ സിഗരറ്റും വലിച്ച് കോളേജിൽ അടിയും പിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെക്കനായിരുന്നു. പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം ഞാൻ ആളാകെ അങ്ങനെ മാറി. എങ്ങനെയെന്ന് എനിക്കിപ്പോഴും ഒരു പിടിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അതിന്റെ റീസൺ നീയാണ്, നീ മാത്രം. ഞാൻ ഇന്നിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നതിന് അതിന് പുറകിലോ നീ തന്നെയാ കാരണം. ഏട്ടാ, ഏട്ടാ, ഏട്ടനോട് ഞാൻ പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ വീടും ഈ വീടിനകത്തുള്ള ആൾക്കാരും എല്ലാരും കൂടി ചേരുമ്പോ ഈ വീട് എനിക്കൊരു സ്വർഗമാണെന്ന്. നീ പറഞ്ഞ സത്യവാ. അതെനിക്ക് ഈ വീട്ടിലേക്ക് വന്ന ശേഷമാണ് മനസ്സിലായത്. പാപ്പന്മാരുടെ സ്നേഹം, മമ്മിമാരുടെ കരുതലും എല്ലാം കൊണ്ടും ശരിയാണ് നീ പറഞ്ഞത്. ഈ വീട് ഒരു സ്വർഗം തന്നെയാണ്. അയ്യോ ഹോബി, നീ എന്തിനാ കറിയുന്ന? ഏയ് ഒന്നുമില്ല, സന്തോഷം കൊണ്ട. നിങ്ങളെയൊക്കെ കിട്ടിയതിലും ഇതുപോലുള്ള നാല് മക്കളെ കിട്ടിയതിലും ഞാൻ എന്ത് ഭാഗ്യമാണോ ചെയ്തത്. ഏയ് ഹോബി, കരയാതെ. സത്യവാ, നമ്മളൊക്കെ എന്തൊക്കെയോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫാമിലിയെ കിട്ടാൻ. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കെ. ഈ സന്തോഷം നമ്മുടെ കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇന്ന് ഇങ്ങനെ നീണ്ടു പോകണം. ആ എന്തായാലും വാ, പിള്ളേരെ കളിക്കാതെ നോക്കിയിരിക്കാം കുറച്ചു നേരം. അക്കു, അമ്മൂട്ട, ഞങ്ങളെ കൂട്ടോ കളിക്കാൻ. അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെ ഓടി വാ, നമുക്ക് കളിച്ചാലോ. തിരമോളെ നോക്ക്, ചേച്ചിയും ചേട്ടനും കളിക്കുന്ന കണ്ടോ? നോയലേട്ടാ, എന്തേടാ? താങ്ക് യു ഫോർ എവറിത്തിങ്. ഐ ലവ് യു സോ മച്ച്. I love you too. നമ്മുടെ ഫാമിലി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ നില? താങ്ക് യു ചിന്നേട്ടാ, എനിക്കിങ്ങനെ ഒരു ഫാമിലിയെ തന്നതിന്. നോക്ക്, പപ്പമാരും മമ്മിമാരും നോയലേട്ടനും ജാനും അക്കൂട്ടനും അമ്മൂട്ടനും തിരമോളും നമ്മുടെ 3 കുഞ്ഞുമക്കളും എല്ലാരും എന്ത് ഹാപ്പിയാ. അതെങ്ങനെ കാണാൻ എന്ത് രസം. കൂടെ എന്റെ പവിഴ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനും നല്ല രസമുണ്ട്. ഓഹോ, നിങ്ങളെ കാണാനും നല്ല രസമുണ്ട്. ഓഹ്, താങ്ക് യു താങ്ക് യു. അയ്യടാ, പോ അണ്ണാച്ചി. ഹാ പവിഴം, പോ ചിമനേട്ടാ. ஒரு தடவை இழுத்து அணைச்சபடி உயிர் மூச்ச நிறுத்து கண்மணியே. மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு இல்லை, கணுக்கால் கூட கருப்பு இல்லை, நீ தீண்டும் இடம் தித்திக்குமே, இனி பாக்கியுடம்பும் செய்ய வேண்டும் பாக்கியமே. ഹലോ പപ്പ, മമ്മി. നശിപ്പിച്ച് എവിടെ പോയാലും ഉണ്ടാവും കട്ടുറുമ്പുകള്. ഇതിനൊരു അവസാനമില്ലേ? കടവുളി.
അതെ, പവിലവും അനാച്ചിയും കൂടെ ഇവിടെ നിന്നിട്ട് റൊമാൻസ് കാണിക്കാതെ ഞങ്ങളുടെ കൂടെ കളിച്ചാൻ വാ. എടി കളത്തി ദേ വരോ. വരാ പൊന്നെ, വാ നടക്ക്. അതെ സബ്സ്ക്രൈബേഴ്സ്, ഞാനേ എന്റെ പപ്പയും അമ്മയും കൊണ്ടുപോവാനേ നിങ്ങൾക്ക് ഇനി തരൂല. അമ്മൂട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്, മറന്നോ? അയ്യോ എന്താ, ഞാൻ മറന്നുപോയി. അശ്ശോ സാരമില്ല അമ്മൂട്ട, ഞാൻ പറഞ്ഞോളാം. പിന്നെ സബ്സ്ക്രൈബേഴ്സ്, ഞങ്ങളുടെ ഫാമിലി ഉണ്ടല്ലോ നിങ്ങളോട് കൊറേ വലിയ വലിയ താങ്ക്സ് പറഞ്ഞു. അവരെ ഇങ്ങനെ ലവ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്തതിനും കൂടെ ഇങ്ങനെ നിന്നതിനും എല്ലാത്തിനും താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ താങ്ക്സ് പറയാനല്ലേ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. എന്നാ നിങ്ങൾ എന്റെയും താങ്ക്സ് പിടിച്ചോ. താങ്ക് യു.